നമ്മ തെയ്യത്തിന് പോകുന്നത് ഫുള്ളിട്ടിട്ടല്ലോ എൻ്റെ ബാക്കി ഞാൻ ഇടുന്നത് കേട്ടാ. തെയ്യത്തിനെല്ലാവരും പോകുന്നത് ഇടത്തേക്ക് എത്തിയതും അമ്പലത്തിലേക്ക് പോകുന്നത് ഇപ്പം അപ്പം നേരെ തന്നെ നമ്മ പോയത് ചന്തയിലേക്കാണ്. എന്തെന്ന് ചന്ത കാണണ്ടോ, ഭയങ്കര അങ്ങോട്ടുണ്ട് ഇപ്പം ചന്ത. എന്ത് ചന്താന്നറിയോ, മുട്ടായിലുണ്ട് ഇതാണ്ടോ, സ്വീറ്റ്സ് എല്ലാം, പിന്നെ കമ്മൽ. അയ്യോ എന്ത് പാങ്ങിപ്പോൾ കമ്മലെല്ലാം കാണാൻ, നല്ല പാങ്ങുണ്ട് കാണാൻ, എല്ലാ കമ്മലും നല്ല പാങ്ങുണ്ട്. എന്ത് പറയേണ്ടത്, ഇതുവരെ കാണാത്ത കമ്മലെല്ലാം ഉണ്ട്. പക്ഷെ പൈസ ഭയങ്കര പൈസ, അടുക്കാൻ പറ്റുന്നില്ല, അത്രക്കും ഭയങ്കര വിലയാണ്. എന്നിട്ട് കമ്മൽ മേടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചേ ഇല്ലു. എന്ത് പാങ്ങ് കാണാനറിയോ. അത് കഴിഞ്ഞിട്ട് നേരെ ചന്തയിലേക്ക് തന്നെ പോയി. ചന്തയിൽ പോയിട്ടാകുമ്പോയില്ലേ ഇങ്ങനത്തെ എല്ലാം സാധനം കാണുമ്പോയില്ലേ, ഈ ചന്തയിലത്തെ എല്ലാം കാണുമ്പോൾ കുഞ്ഞപ്പോൾ നമ്മളെ കാലം നമുക്ക് ഓർമ്മ വരില്ല. ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തെയ്യം ഉണ്ടാകലുണ്ട്. അപ്പം ഞാനുണ്ട് എല്ലാം തെയ്യം കാണാൻ പോകും. അപ്പം ഇങ്ങനത്തെ ഈ കളിപ്പാട്ടെല്ലാം ഇല്ലേ, അതെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കും. മേടിക്കാൻ നമ്മളെയും പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അച്ഛനോടും അമ്മയോടൊന്നും പറയാൻ കിട്ടിയിരുന്നില്ല. ഇത് അതിലെ കുപ്പിവള, എന്ത് പാങ്ങ് കുപ്പിവളയെല്ലാം കാണാൻ, ഇതെല്ലാം ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കിലുക്കിയിട്ടെല്ലാം ഇങ്ങനെ ഇടണമെന്ന്. പക്ഷേ എന്താ പറയേണ്ടത്, അപ്പോൾ നമുക്ക് ഇടാനൊന്നും കരുതിയിട്ട, മേടിച്ചു തരാൻ ആരും ഉണ്ടായിട്ട. ഉണ്ട് കരിവള ഉണ്ടോ, നല്ല അടിപൊളി കരിവള. ഇപ്പം മേടിക്കാം നമുക്ക് കരിവളയെല്ലാം. അപ്പോൾ പ്രായം കഴിഞ്ഞുപ്പാ കരിവള ഇടണ്ടല്ലോ. ഇതെല്ലാം കുഞ്ഞോള വള, നല്ല വാങ്ങുന്നുണ്ട് കുഞ്ഞോളെല്ലാം വള, പൂരത്തിനെല്ലാം ഇടുന്ന പോലത്തെ വള. അത് ചെയ്താൽ പോയതൊക്കെ മുട്ടായി, ഇത് സ്വീറ്റ്സ് ഇല്ലേ മൊത്തം, അലുവ, മുട്ടായി, ജിലേബിയ, ലഡു, എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട് ഇപ്പം ഇടാ, നല്ലോണം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോ അടിക്കുമ്പോൾ അപ്പി എന്നെ കളിയാക്കിയത്, ഓരെന്നോട് പറഞ്ഞ് അലുവ മുറിക്കുന്ന കണ്ടിട്ടല്ലോ, അതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ അലുവ മുറിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നാ, ഇങ്ങനെയാണ് അലുവ മുറിക്കൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്ര കിലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്ര 250 ഉണ്ട്, 260 ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. ഞാൻ മേടിച്ചിരുന്നില്ല, അപ്പം ആരും തിന്നലൊന്നുമില്ല, ഈ പിള്ളേർ തിന്നുകയും ചെയ്യില്ല അലുവ, ഒന്നും തിന്നൂല ഈ പിള്ളേരൊന്നും. പിന്നെ ഞാൻ വെറുതെ മേടിച്ചിട്ട് എന്താക്കൽ, ഞാനും തിന്നലില്ല. ഇത് ഇപ്പുറത്തെ കടയിൽ പോയിട്ടാകുമ്പോൾ ഈടെ അതിനും കാട്ടിയും മൊത്തം. അപ്പം അപ്പി അടുത്ത ചെക്കൻ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പേരെല്ലാം പറഞ്ഞു കൊടുത്തു, പിള്ളേർക്ക് പേരെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തെയ്യം ഉണ്ട്. അതിനിപ്പോൾ വിഷ്ണുമൂർത്തി തെയ്യം ഉണ്ട്. അപ്പോൾ തെയ്യത്തിനൊക്കെ തൊഴുതറാന്ന് ചോദിച്ചു, തെയ്യം കഴിഞ്ഞു എന്നിട്ട് തൊഴുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താക്കി പറഞ്ഞാൽ തെയ്യത്തിന് തൊഴുതിട്ട് തന്നെ നമുക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് തൂകാൻ പോയിട്ട് ഭയങ്കര തിരക്ക്, എന്ത് തിരക്കറിയോ. ഒരു എന്താ പറയേണ്ടത്, ഒരു 3/4 മണിക്കൂർ വരെ നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ അടുത്തെത്താൻ എത്ര സമയമായി അറിയോ. ഇങ്ങനെ എന്താ പറയേണ്ടത്, ഫുള്ള് കയറെല്ലാം കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേ ഇങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ വന്നിട്ട് എന്താ തെയ്യത്തിൻ്റെ അടുത്ത് തൊഴുതുപ്പാ. എന്നിട്ട് തൊഴുതിട്ട് ആകുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അതെ കുഞ്ഞ് പറഞ്ഞു ഓക്ക് എന്തോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മൊജിറ്റോ അങ്ങനത്തെ ജ്യൂസ് മേടിച്ചിട്ട് മടങ്ങി.